ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എയർക്രാഫ്റ്റ്സിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്സിനെ പറ്റിയാണ്, അതായത് ഏവിയേഷൻ ഫ്യൂവൽ. അതിനു മുമ്പ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം എയർക്രാഫ്റ്റ്സിൽ യൂസ് ചെയ്യുന്ന എഞ്ചിനുകളെ പറ്റിയാണ്. ഒന്നാമത്തെ എഞ്ചിൻ പിസ്റ്റൺ എഞ്ചിൻ, രണ്ടാമത്തെ എഞ്ചിൻ ടർബോ പ്രൊപ്പ് എഞ്ചിൻസ്, മൂന്നാമത്തെ എഞ്ചിൻ ടർബോ ജെറ്റ് എഞ്ചിൻസ്, നാലാമത്തെ എഞ്ചിൻ ടർബോ ഫാൻ എഞ്ചിൻസ്, അഞ്ചാമത്തെ എഞ്ചിൻ ടർബോ ഷാഫ്റ്റ് എഞ്ചിൻ, ആറാമത്തെ ടൈപ്പ് റാം ജെറ്റ് ആൻഡ് സ്ക്രാം ജെറ്റ് എഞ്ചിൻസ്, ഏഴാമത്തെ ടൈപ്പ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എഞ്ചിൻ, അടുത്തൊരു ടൈപ്പ് റോക്കറ്റ് എഞ്ചിൻസ്. ഇനി ഇത് ഓരോന്നും യൂസ് ചെയ്യുന്ന ഫ്യൂവലിനെ പറ്റി പറയാം. ഒന്നാമത്തെ എഞ്ചിൻ പിസ്റ്റൺ എഞ്ചിൻ. ഇത് ഉപയോഗിക്കുന്നത് ലൈറ്റ് എയർക്രാഫ്റ്റ്, ട്രെയിനിങ് എയർക്രാഫ്റ്റ്, പിന്നെ ഓൾഡർ മിലിറ്ററി എയർക്രാഫ്റ്റ്സിലുമാണ്. ഇതിൻ്റെ എൻജിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഒപ്പോസൈഡ് പിസ്റ്റൺ എഞ്ചിനാണ്. അതായത് നമ്മളുടെ നോർമൽ വാഹനങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പ് പിസ്റ്റൺ എഞ്ചിനാണ്. എന്നാൽ അറേഞ്ച്മെൻറ്റും ബാക്കി കാര്യങ്ങളും വളരെ വ്യത്യാസമായിരിക്കും. ഇതൊരു റേഡിയലി അറേഞ്ച് ചെയ്യുന്ന എഞ്ചിനായിരിക്കും. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്പ് ഏതാണെന്ന് പറയാം. ഇതിലുപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്പ് AV ഗ്യാസ്, അതായത് ഏവിയേഷൻ ഗ്യാസിൽ. ഇതാണ് ഇതിലുപയോഗിക്കുന്ന ഫ്യൂവൽ, അതായത് പെട്രോളാണ് ഇതിലുപയോഗിക്കുന്നത്. നമ്മൾ നോർമൽ വാഹനത്തിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ആയിരിക്കില്ല. ഇതിൻ്റെ ഒക്ടേൻ റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇതിൽ ചേർക്കുന്ന അഡിറ്റീവും വ്യത്യാസമുണ്ടായിരിക്കും. ഇനി ഈ ഒരു എൻജിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഇത് കാറുകളിലും മറ്റു ഉണ്ടാകുന്ന എൻജിൻ പോലെ തന്നെ ഇതൊരു സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനാണ്. അതായത് സ്പാർക്ക് കൊടുക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു എൻജിൻ. ഇത് എക്കണോമിക്കലായിട്ടുള്ള ഒരു എൻജിനാണ്, അതായത് ഷോർട്ട് റേഞ്ചിലേക്ക് ഉപയോഗിക്കുന്ന ഒരു എൻജിനാണ്. ഇനി അടുത്ത ടൈപ്പ് എൻജിൻ ടർബോ പ്രൊപ്പ് എൻജിൻ. ഇത് ഉപയോഗിക്കുന്നത് റീജിയണൽ എയർക്രാഫ്റ്റിലാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ATR 72 പോലുള്ള എയർക്രാഫ്റ്റ്സിലാണ് ഈ ഒരു ടർബോ പ്രൊപ്പ് എൻജിൻ ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ മിലിറ്ററി ട്രാൻസ്പോർട്ട് പ്ലെയിൻസ് തുടങ്ങിയവയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എയർക്രാഫ്റ്റ്സിലും ഈ ഒരു എൻജിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു എൻജിൻ്റെ പ്രത്യേകത പറയാം. ഇതൊരു ഗ്യാസ് ടർബൈൻ എൻജിനാണ്, ഡ്രിവൺ ബൈ പ്രൊപ്പല്ലർ. അതും ഇതിനൊരു ഗിയർ ബോക്സും കൂടി ഉണ്ടാകും സ്പീഡ് റിഡക്ഷന് വേണ്ടി. ഇനി ഇതിലുപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്പ് ഏതാണെന്ന് പറയാം. ഇതിലുപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്പാണ് ജെറ്റ് A ഓർ ജെറ്റ് A1. അതായത് ഇതിലുപയോഗിക്കുന്ന ഫ്യൂവൽ കെറോസിൻ ബേസ്ഡ് ഏവിയേഷൻ ഫ്യൂവലാണ്, അതായത് മണ്ണെണ്ണ. എന്തുകൊണ്ടാണ് എയർക്രാഫ്റ്റിൽ കൂടുതലും മണ്ണെണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും, അതായത് പ്രഷർ കുറയും. അപ്പോൾ ഇവർ പെട്രോൾ പോലുള്ള ഫ്യൂവൽസ് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ കത്താൻ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് കെറോസിൻ ബേസ്ഡ് ആയ ഫ്യൂവൽസ് കൂടുതലും എയർക്രാഫ്റ്റ്സിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഇത് എഫിഷ്യൻസി കൂടിയ എൻജിനാണ്. ഇതൊരു റോട്ടറി ടൈപ്പ് എൻജിനായിരിക്കും. ലോവർ സ്പീഡ്സിലും ഹയർ ആൾട്ടിറ്റ്യൂഡിലും വളരെ എഫിഷ്യൻ്റായി ഈ ഒരു എൻജിൻ പ്രവർത്തിക്കും. ഇനി അടുത്ത എൻജിൻ ടർബോ ജെറ്റ് എൻജിൻ. ഇത് ഉപയോഗിക്കുന്നത് ഓൾഡർ മിലിറ്ററി ആൻഡ് കൊമേഴ്ഷ്യൽ എൻജിൻസിലാണ്. ഉദാഹരണമായി ബോയിങ് 707, MiG-21 പോലുള്ള എയർക്രാഫ്റ്റ്സിലാണ് ടർബോ ജെറ്റ് എൻജിൻ ഉപയോഗിക്കുന്നത്. അതുപോലെ സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്സിലും ഈ ഒരു എൻജിൻ ഉപയോഗിക്കുന്നു. ഈ ഒരു എൻജിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്യുവർ ജെറ്റ് പ്രൊപ്പൽഷൻ ഗ്യാസ് ടർബൈൻ എൻജിനാണ്. അതായത് ഇതൊരു റോട്ടറി ടൈപ്പ് എൻജിനാണ്. ഇതിൽ മറ്റേ എൻജിനിൽ പറഞ്ഞ പോലെ പിസ്റ്റൺസും കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ ഒരു എൻജിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് അതിൻ്റെ പുറകുവശത്തൂടെ ഹീറ്റായിട്ടുള്ള എയർ പുറത്തേക്ക് വിടും. ആ ഒരു ഫോഴ്സിലാണ് ഈ ഒരു എയർക്രാഫ്റ്റ് മുമ്പോട്ടേക്ക് നീങ്ങുന്നത്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്പ് പറഞ്ഞാൽ ജെറ്റ് A1, JP4, JP5. അതായത് ഇതൊക്കെ മിലിറ്ററി ഗ്രേഡ് ഫ്യൂവൽസാണ്. ഇതും കെറോസിനൊക്കെയാണ്. കെറോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കെറോസിൻ ആയിരിക്കില്ല. ഇതിൽ ചേർക്കുന്ന അഡിറ്റീവ്സും മറ്റു കാര്യങ്ങളും വളരെ വ്യത്യാസമായിരിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഹൈ സ്പീഡ്
ഹൈ ആൾട്ടിറ്റ്യൂഡിലും ഇത് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലോവർ സ്പീഡിൽ ഇതിന് എഫിഷ്യൻസി കുറവായിരിക്കും. ഇനി അടുത്ത ടൈപ്പ് എൻജിൻ പറയാം, ടർബോ ഫാൻ എൻജിൻ. ഇത് ഉപയോഗിക്കുന്നത് മോഡേൺ കൊമേഴ്ഷ്യൽ എയർലൈൻസിനാണ്. ഉദാഹരണത്തിനായി ബോയിങ് 777, എയർബസ് A350 പോലുള്ള എയർക്രാഫ്റ്റ്സിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ ഫൈറ്റർ ജെറ്റ്സിലും ഈ ഒരു എൻജിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു എൻജിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊരു ഗ്യാസ് ടർബൈൻ കോർ വിത്ത് വലിയ ഫാൻ ഉള്ളൊരു എൻജിനാണ്. അതായത് കൊമേഴ്ഷ്യലായിട്ടും മിലിറ്ററിയിലും ഈ ഒരു എൻജിൻ ഉപയോഗിക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെർബോ ടൈപ്പ് എൻജിനാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ജെറ്റ് A1 ഓർ ജെറ്റ് എ. അത് സിവിൽ ഏവിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവലാണ്. ഇനി മിലിറ്ററിയിലേക്ക് വരുമ്പോൾ JP8 ഓർ JP5 ടൈപ്പ് ഫ്യൂവൽ. ഇതും കെറോസിനാണ്. ഈ ഓരോ ഗ്രേഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അഡിറ്റീവ്സും ഇതിൻ്റെ മറ്റ് പ്രോപ്പർട്ടിയും അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഇത് കൂടുതൽ എഫിഷ്യൻസി കൂടിയൊരു എൻജിനാണ്. അതുകൂടെ തന്നെ ഭയങ്കര പവർഫുള്ളുമാണ്. കൂടുതൽ ട്രസ്റ്റ് ഫോഴ്സ് പുറപ്പെടുവിക്കാൻ ഈ ഒരു എൻജിൻ സാധിക്കും. ഇനി അടുത്തത് ടർബോ ഷാഫ്റ്റ് എൻജിൻസ്. ഇത് മെയിനായി ഉപയോഗിക്കുന്നത് ഹെലികോപ്റ്റേഴ്സിലാണ്. അതായത് ബെൽ 206, അപ്പാഷെ പോലുള്ള ഹെലികോപ്റ്റേഴ്സിലാണ് ഈ ഒരു ടർബോ ഷാഫ്റ്റ് എൻജിൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടൈപ്പ് ഗ്യാസ് ടർബൈനുള്ളൊരു എൻജിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിലെ ഫ്യൂവൽ ടൈപ്പാണ് ജെറ്റ് A1 JP8. ഇതും ഒരു കെറോസിൻ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് മെക്കാനിക്കൽ പവറാണ് കൂടുതലുണ്ടാകുന്നത്. അതായത് ഈ ഒരു പ്രൊപ്പല്ലർ തിരിയുന്നതിലൂടെ ഒരു ട്രസ്റ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നു. ഇത് ഒരു റോട്ടറി ക്രാഫ്റ്റ് എൻജിനാണ്. അടുത്തത് റാം ജെറ്റ് ആൻഡ് സ്ക്രാം ജെറ്റ് എൻജിൻ. ഇത് യൂസ് ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റിലും മിസൈൽസിലുമാണ്. അതുകൂടാതെ തന്നെ ഹൈപ്പർസോണിക് റിസർച്ച് വെഹിക്കിൾസിലും ഈ ഒരു റാം ജെറ്റ് ആൻഡ് സ്ക്രാം ജെറ്റ് എൻജിൻസ് യൂസ് ചെയ്യുന്നു. ഈ ഒരു എൻജിൻ്റെ ടൈപ്പ്, ഈ ഒരു എൻജിനിൽ മൂവിങ് പാർട്സ് ഒന്നും തന്നെ ഇല്ല. ഇത് വർക്ക് ചെയ്യുന്നത് ഹൈ സ്പീഡിലുള്ള എയർ ഫ്ലോ ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു എയറിനെ കംപ്രസ് ചെയ്ത പുറകിലൂടെ വിട്ടാണ് ഒരു ജെറ്റിനെ മുമ്പോട്ട് നീക്കുന്നത്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ ടൈപ്പ് പറയാം, JP7. അതുപോലെ SR-71 എന്ന ഒരു ക്രാഫ്റ്റിലാണ് ഈ ഒരു JP7 ഫ്യൂവൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ഫ്യൂവൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവലൊക്കെ ഈ ഒരു എൻജിൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അറിയാമല്ലോ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് വളരെ ഹൈ സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റാണ്. ഇതിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള ട്രസ്റ്റ് ഫോഴ്സ് ആവശ്യമില്ല. അടുത്ത ഒരു ടൈപ്പ് എൻജിനാണ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എൻജിൻ. ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ലൈറ്റ് സ്പോർട്സ് ഇലക്ട്രിക് പ്ലെയിൻസ്. അതായത് മെയിനായിട്ടും എക്സ്പെരിമെൻ്റൽ പർപ്പസിനുള്ള എയർക്രാഫ്റ്റ്. ഇതിന് ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് മോട്ടർ. ഇലക്ട്രിക് ഓർ ഹൈബ്രിഡ് മോഡിലും ഈ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സീറോ എമിഷനാണ്. നമ്മളുടെ ഇലക്ട്രിക് വെഹിക്കിൾ പോലെ സീറോ എമിഷൻ ആയിരിക്കും. സൗണ്ട് തീരെ ഉണ്ടാവില്ല, വളരെ ക്വയറ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്നാൽ ലിമിറ്റഡ് റേഞ്ച് ആയിരിക്കും. ഇനി അടുത്ത എൻജിൻ റോക്കറ്റ് എൻജിൻ. റോക്കറ്റ് എൻജിൻ യൂസ് ചെയ്യുന്നത് സ്പേസ് ക്രാഫ്റ്റിലാണ്. അതായത് SpaceX, ഫാൽക്കൺ 9 പോലുള്ള സ്പേസ് ക്രാഫ്റ്റിലാണ് ഈ ഒരു റോക്കറ്റ് എൻജിൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ സൂപ്പർ വിറ്റൽ എയർക്രാഫ്റ്റ്, ഉദാഹരണത്തിന് X-15 പോലുള്ള എയർക്രാഫ്റ്റിൽ, പിന്നെ മിസൈൽസിലും ഈ ഒരു റോക്കറ്റ് എൻജിൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു എൻജിൻ ടൈപ്പ് ലിക്വിഡ് റോക്കറ്റ് ഓർ സോളിഡ് റോക്കറ്റ് മോട്ടോഴ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് വെച്ചാൽ ലിക്വിഡ് ഓക്സിജനാണ്. അതായത് LOX അല്ലെങ്കിൽ RP1. അതായത് ലിക്വിഡ് ഓക്സിജൻ്റെ ഒന്നിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള കറോസിൻ മിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫ്യൂവലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറയാം. ഇതിന് ഹൈ ട്രസ്റ്റ് ഫോഴ്സ് ആയിരിക്കും. ഇതിന്
അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഫ്യൂവലിൽ തന്നെ ഓക്സിജൻ ഉണ്ട്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സ്പേസിലേക്ക് പോകാനായിരിക്കും. അവിടെ കമ്പസ്റ്റന് വേണ്ടി ഓക്സിജൻ ഉണ്ടായില്ല എന്നറിയാമല്ലോ. ഇത്രയുമാണ് മെയിനായിട്ടുള്ള എയർക്രാഫ്റ്റ്സും അതിലുള്ള ഫ്യൂവൽ ടൈപ്പും. മെയിനായിട്ട് നമ്മൾ കാണുന്ന എല്ലാവിധം എയർക്രാഫ്റ്റിനും മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത് കെറോസിൻ തന്നെയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.